എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു HP-യുടെ ഒരു വൈൻഡിങ് കത്തിപ്പോയൊരു മോട്ടോർ റീവൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ഇവിടെ നമുക്ക് കാണാം അതിൻ്റെ ഫാനൊക്കെ ഉരുകിയിരിക്കുന്നത്. ഇത് നിലവിൽ ഞാൻ അഴിച്ചു വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ സ്ക്രൂ ആണ് കാണുന്നത്. ഇനി നമുക്കത് വൈൻഡിങ് അഴിച്ച് പുറത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ മോട്ടോർ കത്താനുള്ള കാരണം അതിൻ്റെ ബെയറിങ് ടൈറ്റായിട്ട് സ്റ്റക്കായി നിന്ന് കത്തിയതാണ്. അതുകൊണ്ട് ഈ മോട്ടറിൻ്റെ ബെയറിങ് നമ്മൾ മാറ്റുന്നതാണ്. ഇപ്പം നല്ല ശക്തിയിൽ തിരിക്കുമ്പോൾ മാത്രമേ തിരിയുന്നുള്ളൂ. അതിൻ്റെ ബെയറിങ് നല്ല ടൈറ്റാണ്. ഇത് 4 സെറ്റ് വൈൻഡിങ് ആണുള്ളത്. 2 സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും 2 റണ്ണിങ് വൈൻഡിങ്ങും. സ്റ്റാർട്ടിങ് വൈൻഡിങ് ആണ് ഇപ്പോൾ നമ്മൾ ആദ്യം അഴിച്ചെടുക്കാൻ പോകുന്നത്. വൈൻഡിങ്ങിൻ്റെ പേപ്പറൊക്കെ ചൂടായി കത്തിപ്പോയിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ഇതിൻ്റെ വൈൻഡിങ് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ ഉളി ഉപയോഗിച്ച് കട്ട് ചെയ്ത് പുറത്തെടുക്കാൻ എളുപ്പത്തിൽ സാധിക്കും. ഇപ്പോൾ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെ കട്ട് ചെയ്ത ഭാഗമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ആ 2 സെറ്റിൻ്റെ ഓരോ ഭാഗം എടുത്തു. ഇപ്പോൾ എടുക്കുന്ന റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ കോയിലിൻ്റെ മുകൾ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരു ഭാഗം 4 സെറ്റ് കോയിലിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തു. നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗം സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും റണ്ണിങ് വൈൻഡിങ്ങും വെവ്വേറെ വെക്കേണ്ടതാണ്. നമ്മളത് തൂക്കി നോക്കിയിട്ട് അതേ അളവിൽ ആ തൂക്കത്തിലുള്ള കോപ്പറാണ് നമ്മൾ ഇനി റീവൈൻഡ് ചെയ്യാൻ നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അത് തമ്മിൽ കൂടി മിക്സ് ആവാതിരിക്കാൻ നോക്കണം. നമ്മൾ ഈ അഴിക്കുന്ന കോയിലിൻ്റെ എണ്ണവും തൂക്കവും ഗേജൊക്കെ നമ്മളൊരു പേപ്പറിൽ എഴുതി വെക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ ഒരു പേപ്പറിൽ എത്ര സെറ്റ് കോയിലാണെന്നും അതിൻ്റെ എണ്ണം എത്രയാണെന്നും നമ്മൾ എഴുതി വെക്കേണ്ടതാണ്. ഇവിടെ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെ സെറ്റിൽ 2 കോയിലേ ഉള്ളൂ ഒരു സൈഡിൽ. അത് 1:12 3:10 എന്നീ രീതിയിലാണ് ഇറങ്ങുന്നത്. സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെ റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു സെറ്റ് കോയിലിൻ്റെ എല്ലാ എണ്ണവും നമ്മൾ ഇതുപോലെ എഴുതി വെക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെ 1:12 ഇറങ്ങുന്ന കോയിലിൻ്റെ എണ്ണമാണ് 110 അത് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ കോയിലിൻ്റെ എണ്ണവും നമ്മൾ ഇതുപോലെ എണ്ണി കറക്റ്റ് എഴുതി വെക്കേണ്ടതാണ്. അത് 100 ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ ഒരു സൈഡിൽ ഏതെങ്കിലും ഒരു സെറ്റിൻ്റെ എണ്ണിയാൽ മതിയാവും. ഇതുപോലെ കോയിൽ എഴുതി വെക്കേണ്ടതാണ്. റണ്ണിങ് വൈൻഡിങ് ഒരു സെറ്റിൽ 4 കോയിലാണ് ഇവിടെ ഉള്ളത്. അത് 1, 12, 10, 8, 6 എന്നിങ്ങനെയാണ്. നമ്മൾ ഓരോന്നും
ഓരോ കോയിലും എടുത്ത് അതിൻ്റെ എണ്ണം എത്രയാണെന്ന് കൃത്യമായിട്ട് എഴുതി വെക്കണം. ഇവിടെ റണ്ണിങ് വൈൻഡിങ് ഡബിൾ ലെയർ കോപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് റീവൈൻഡ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഇവിടെ 108 എന്നുള്ളിടത്ത് 54 എണ്ണം നമ്മൾ ചുറ്റുള്ളൂ. അത് 2 കോപ്പർ ആയതുകൊണ്ട് അതിൻ്റെ ഇരട്ടി അവിടെ വരും. അത് അടുത്ത വീഡിയോ നമുക്ക് വ്യക്തമായി നമ്മൾ കാണിച്ചു തരുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കട്ട് ചെയ്ത ശേഷം ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. വൈൻഡിങ്ങിൻ്റെ എണ്ണം നമ്മൾ എഴുതി വെച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ ഗേജ് അഥവാ അതിൻ്റെ കമ്പിയുടെ വണ്ണം നമ്മൾ എഴുതി വെക്കണം. റണ്ണിങ് വൈൻഡിങ്ങിൻ്റെയും സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെയും വെവ്വേറെ തൂക്കം നോക്കി അത് എഴുതി വെക്കേണ്ടതാണ്. ഇതിപ്പോൾ നമ്മൾ റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ ഗേജാണ് നോക്കുന്നത്. ഡബിൾ ലെയർ ആയതുകൊണ്ട് 2 കോപ്പറിൻ്റെ ഗേജ് നമ്മളിതുപോലെ വയർ ഗേജ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെ ഒരു കമ്പി എടുത്ത് ഇതുപോലെ അതിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കിയിട്ട് അത് എഴുതി വെക്കുന്നു. ഇനി നമുക്ക് വൈൻഡിങ്ങിന് ഉപയോഗിക്കുന്ന പേപ്പർ കട്ട് ചെയ്ത് നമുക്ക് ആ സ്ലോട്ടിൽ വെക്കാം. അതിന് ആദ്യം നമ്മൾ ചെറിയ പീസ് എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് അളവെടുക്കും. പിന്നെ അതേ അളവിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മടക്കി വെക്കും. വൈൻഡിങ് വയറും ഇതുപോലത്തെ PVC പേപ്പറൊക്കെ തൂക്കത്തിലാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത്. കോപ്പർ ആകുമ്പോൾ 10-20 ഗ്രാം കൂടുതൽ വാങ്ങുന്നതായിരിക്കും നന്നായിരിക്കുക. കോയിലിൻ്റെ വലിപ്പത്തിൽ ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ 10-20 ഗ്രാമൊക്കെ വ്യത്യാസം വരാറുണ്ട്. ഈ വൈൻഡിങ്ങിന് വെക്കുന്ന ഈ പേപ്പർ അതിൻ്റെ നമ്പർ അനുസരിച്ചാണ് കിട്ടുന്നത്. അതിൻ്റെ കനത്തിനനുസരിച്ചാണ് അതിൻ്റെ നമ്പർ വരിക. ഇത് നമ്മൾ ഉപയോഗിക്കുന്നപ്പോൾ 7 നമ്പറുള്ള PVC ആണ്. പേപ്പർ കറക്റ്റ് കട്ട് ചെയ്ത ശേഷം നമ്മൾ 2 ഭാഗങ്ങൾ ഇതുപോലെ ചെറുതായിട്ട് മടക്കി വെക്കുന്നുണ്ട്. അത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് സ്ലോട്ടിനുള്ളിലൂടെ. അത് മടക്കിയില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വൈൻഡ് ചെയ്ത ശേഷം നമ്മളത് അടിച്ചൊതുക്കുമ്പോൾ കോപ്പർ അതിൻ്റെ സൈഡിലേക്ക് നീങ്ങി അതിൻ്റെ വക്കേ തട്ടി ഇൻസുലേഷൻ പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ പേപ്പർ വെച്ച് കഴിഞ്ഞു. ഇനി വൈൻഡ് ചെയ്യുന്നത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം.